എനിക്കിപ്പോൾ കേരളത്തിലെ ഒരു സെലിബ്രിറ്റി ബിസിനസ്മാൻ മൈജി ഗ്രൂപ്പിൻ്റെ CMD AK ഷാജിയാണ്. ഷാജി നമസ്കാരം. 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 ഇതിപ്പോൾ നമ്മളിപ്പോൾ എപ്പിക് ഷോറൂമിലാണുള്ളത്. അതെ. മാവൂർ റോഡിൽ 2006 3G മൈജി വേൾഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇതിങ്ങനെ വളരുമ്പോൾ ശരിക്കും കോഴിക്കോട്ടുകാർക്ക് ഒരു അഭിമാനമാണ്. എന്താണ് ഈ എപ്പിക് ഷോറൂം എന്നുള്ള കൺസെപ്റ്റ്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ്. 2006 250 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 പേരെ വെച്ച് കോഴിക്കോട് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിലുടനീളം നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അപ്പം മൈജി ഫ്യൂച്ചറിൻ്റെ 140ാമത്തെ എപ്പിക്, അതിൽ എപ്പിക് സ്റ്റോറാണിത്. ഈ സ്റ്റോറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓരോ പ്രത്യേകതയായിട്ട് പറഞ്ഞു തുടങ്ങാം. അതിന് മുമ്പ് ഈ 3G മൈജി വേൾഡ് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റ ഷോറൂമാണ്. അത് പിന്നീട് ഒരു 8 മാസം കൊണ്ട് നമ്മൾ 7 ഷോറൂം മാവൂരോട് മാത്രം തുടങ്ങുന്ന രീതിയിലേക്ക് മാറി. അന്ന് മൾട്ടി ബ്രാൻഡുകൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഒരു USP ആയിട്ടുണ്ടായിരുന്നു. ഈ എപ്പിക് ഷോറൂമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട USP എന്താണ്? നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പം ഏറ്റവും ഫാസ്റ്റായി ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുക. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഒരുക്കിയെന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ആംബിയൻസ് ആണ് ഒന്ന്. രണ്ടാമത് ഏറ്റവും വലിയ കാർ പാർക്കിംഗ്. അതിനോടൊപ്പം തന്നെ അത് ഏത് പ്രൊഡക്റ്റ് ആയാലും അത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നതിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഓഫർ കൊടുക്കും. ഇപ്പം മൈജിയുടെ ഓഫറിനൊരു പ്രത്യേകത ഉണ്ട്. മൈജി തുടങ്ങിയ കാലത്തും അതിനുശേഷം ഇപ്പോഴൊക്കെ പിന്തുടരുന്നൊരു ഓഫറുണ്ട്. എല്ലാവരുടെയും ഓഫറിൽ നിന്ന് മൈജിയുടെ ഓഫറിന് എന്തൊരു വ്യത്യാസമുള്ളത്? അത് മൈജിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഓഫറുകൾ കൊടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, എല്ലാവരും മൈജി ഒരു വർഷത്തിൽ 5000 കോടിയിലധികം വിറ്റുവരവുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 95% മുകളിൽ ഞങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം ഡയറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മുടെ 1 കോടിയിലധികം കസ്റ്റമേഴ്സ് ഇന്ന് മൈജിക്കുണ്ട്. അവർക്ക് എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. അതാണ് എപ്പോഴും ഓഫറുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഒറ്റ ചോദ്യമോട് പേഴ്സണലായിട്ട് ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ബിസിനസ്മാൻമാരും കസ്റ്റമേഴ്സും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഷാജിക്കാന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്, കോഴിക്കോട്ടുകാർ മൊത്തം ഒരു ഷാജിക്കാന്ന് വിളിക്കുന്നില്ല. ആ ഒരു അടുപ്പ് എങ്ങനെ ഉണ്ടായത്? കസ്റ്റമേഴ്സാണ് നമ്മുടെ എല്ലാം. കസ്റ്റമേഴ്സാണ് നമ്മളെ വലുതാക്കിയത്, നമ്മളെ ഫ്യൂച്ചറാക്കിയത് കസ്റ്റമേഴ്സാണ്, നമ്മളെ ജനപ്രിയമാക്കിയതും കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിന് ഇത്രത്തോളം താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഷോറൂമുകൾ കേരളത്തിൽ തുടങ്ങാൻ പറ്റില്ല. കാരണം കേരളത്തിൽ മാത്രമാണ് ഞാൻ 140 ഷോറൂമുകൾ തുടങ്ങി. അപ്പോൾ അത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് സപ്പോർട്ടും റെസ്പോൺസും സ്നേഹവും എല്ലാം കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കേരളത്തിലെ ഷോറൂം തുടങ്ങി. പക്ഷേ ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, പുറത്തേക്കും പോകാൻ പോവാം. തീർച്ചയായും. എന്താ പദ്ധതി? നമ്മളെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ മൈജി ഫ്യൂച്ചറായി, മൈജി ആയി. ഇനിയിപ്പോൾ നമ്മുടെ എപ്പിക്, ഇതിപ്പോൾ കോഴിക്കോടാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ കൊച്ചിയിൽ ഞങ്ങൾ പുതിയ ഒരു സ്റ്റോർ വരുന്നുണ്ട്, തിരുവനന്തപുരത്തും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 2030 ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൈജിയുടെ പ്രസൻസ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ തുടക്കം എവിടെയായിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത്? ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ 2026 ഈ വർഷം ഈ ഫിനാൻഷ്യലിൽ തന്നെ ഞങ്ങൾ സ്റ്റോറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2026 ഞങ്ങൾ മിനിമം ഒരു 25ഓളം സ്റ്റോറുകൾ പ്ലാൻ ചെയ്തു. മൈജിയുടെ തുടക്കത്തിൽ എയിം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, 100 ഷോറൂമുകൾ, അതിൽ 1000 പേർക്ക് ജോലി കൊടുക്കണം. അതിപ്പോൾ പുറത്തേക്കൂടി വ്യാപിക്കുകയാണ്. ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ എങ്ങനെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് ഹാപ്പിനെസ്സിനെ കുറിച്ച് എന്താ പറയുക? ശരിക്കും പറഞ്ഞാൽ മൈജി സ്റ്റാർട്ടിങ്ങിൽ 2006 ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 10 സ്റ്റോർ ആയ സമയത്താണ് ഞാനൊരു ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഒരു കൃത്യമായ ഒരു ഗോളും ഒരു ഡ്രീമും ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് റിസൾട്ടുകൾ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ 100 ഷോറൂം മൈജി തുടങ്ങാനുള്ളത്. അപ്പം അതുവഴി ഒരു 1000 പേർക്ക് ജോലി കൊടുക്കുക, ഒരു 700 കോടി വിറ്റുവരവ് ഉള്ളൊരു കമ്പനി ആക്കുക എന്നുള്ള അന്നത്തെ കാലത്തൊരു ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ഒരു വലിയ ആ ഡ്രീമിലേക്ക് ഞാൻ കടന്നപ്പം ഒരുപാട് സപ്പോർട്ട് എല്ലാ സ്ഥലത്തും എനിക്ക് വന്നു ചേർന്ന സമയത്ത് എനിക്കത് വളരെ ഈസിയായി. അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സമയത്തും ഞാൻ മാറ്റങ്ങൾ കൊണ്ടുപോയി. മൈജിയിൽ ആദ്യം ലാപ്ടോപ്സും മൊബൈൽസും ആക്സസറീസും മാത്രമായിരുന്നു. പിന്നീട് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഞാൻ അതിലേക്ക് TV യും AC യും ആഡ് ചെയ്തു.
അതിനുശേഷമാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പം ഹോം അപ്ലയൻസ് വന്നത്. ഇപ്പം ഒരു വീടിന് ആവശ്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ രീതിയിലും ഒരു സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാം, അവരുടെ ജീവിതം എത്രത്തോളം ഈസിനെസ് ആക്കാം. ഇപ്പം ഒരു ടെക്നോളജി അറിയാലോ, ഇപ്പം നമ്മളെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് യൂത്താണ്. യൂത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനം ടെക്നോളജി. വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും കുറഞ്ഞ വിലയിൽ എങ്ങനെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളത്. അതാണ് ഞാൻ എല്ലാ സ്ഥലത്തും ഷോറൂം. ഇവിടെ നമുക്ക് പൊതുവെ അറിയാം, ഒരുപാട് വ്യവസായങ്ങളൊന്നും വരാൻ വളരെ വളരെ സാധ്യതകൾ കുറവുള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നമ്മുടെ യൂത്തിന് ഈ ടെക്നോളജി കിട്ടിയാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡെവലപ്പ് ചെയ്യാനും അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനും പറ്റും. അവിടെയാണ് മൈജി മാറി ചിന്തിക്കുന്നത്. ഇതൊരു സെയിൽസിനേക്കാൾ അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് ആക്കുക എന്നുള്ളത്. ഈ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ, സ്റ്റാഫ് എന്ന് പറയുന്നത്, അവരാണ് പാർട്ട്നേഴ്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഈ പാർട്ട്നേഴ്സിനെ ഇങ്ങനെ കൂടെ നിർത്താൻ പറ്റുന്നത്? പലപ്പോഴും പാർട്ട്നേഴ്സ് മീൻസ് ഇങ്ങനെ നമ്മുടെ പാർട്ട്നേഴ്സാണ് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ പാർട്ട്നേഴ്സായി കണക്കാക്കുന്നത്? മൈജിക്ക് വേറെ പാർട്ട്നേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ഇല്ല. മൈജിയുടെ പാർട്ട്നേഴ്സ്, എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവനക്കാരാണ്, സ്റ്റാഫാണ്. 100% അവർ ഓണർഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്, അവർ അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് 20 വർഷം കൊണ്ട് ഇത്രയും രീതിയിലേക്ക് ഇത് വളരാൻ പറ്റിയത്. എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ ആഗ്രഹങ്ങളും, എൻ്റെ ടീം എൻ്റെ കൂടെ വന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു, അതിൻ്റെ മുകളിൽ ഹാർഡ് വർക്ക് ചെയ്ത സമയം അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് 5000-ലധികം ആൾക്കാർക്ക് എനിക്കിപ്പോൾ ജോലി കൊടുക്കാൻ പറ്റുന്നത്. ഓരോ വർഷവും 1000-2000 പേർക്ക് ഇപ്പം ഈ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ടാണ് എൻ്റെ ജീവനക്കാരായ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂസിലൊക്കെ ഉപ്പച്ചിയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂസ് ചോദിക്കാതെ പോകരുതല്ലോ. ഗൾഫിലേക്ക് പോകാൻ വിചാരിച്ചിരുന്ന ആളാണല്ലേ? ഞാൻ ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, 3 മാസം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ ഉപ്പച്ചിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു അതിന്? ഉപ്പച്ചിയുടെ ഡയറക്ഷൻ അല്ല, ഉപ്പച്ചി വിദേശത്ത് പോകാൻ, എൻ്റെ ബ്രദേഴ്സൊക്കെ അവിടെയാണ്. വിദേശത്ത് പോകാൻ എവിടെ പോയാലും കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈ വേൾഡ് കാണുന്ന മറ്റാരുമല്ല, എൻ്റെ വേൾഡായ ആ വേൾഡിലെ ഏറ്റവും സ്റ്റാറായ എൻ്റെ വാപ്പിച്ചിയാണ്. ആ വാപ്പിച്ചിയുടെ ഉമ്മച്ചിയുടെയും എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ വളരാൻ സാധിച്ചതിൽ ഒരു കാരണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഒരു ബിസിനസ് മാൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനിൽ ചിലപ്പോൾ നമ്മളെ ഹെൽത്ത് ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു? അല്ല, ഞാൻ തിരക്കുള്ള ആളാണെങ്കിലും അതിന് കൃത്യമായ ഒരു ടൈം മാനേജ്മെൻറ്റ് എല്ലാ രീതിയിലും പാലിച്ച് പോകുന്ന ആളാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്, ഫാമിലിക്ക് കൊടുക്കുന്നൊരു സമയമുണ്ട്, എൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ. കെയർ ഒക്കെ ഉണ്ടോ? ഡെയിലി വർക്കൗട്ട് അതൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ തിരക്കിൽ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല, ഫാമിലി ടൈം അങ്ങനെ? ഇല്ല, അത് കൃത്യമായിട്ട് ആ ടൈമിനെ മാനേജ് ചെയ്താൽ നമുക്കെല്ലാം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ? എപ്പിക് എക്സ്പീരിയൻസ് നമുക്കൊന്ന് പ്രഷർ. ഓ, തീർച്ചയായിട്ടും. ഈ എപ്പിക് ഷോറൂം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഡിജിറ്റൽ വേൾഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ടി വിയുടെ സെഷനാണ്. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും നല്ലൊരു ടി വി, ഒരു വീടുണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ടി വി വേണമെന്ന് ആഗ്രഹിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അല്ലേ? നമ്മളിവിടെ വേൾഡിലെ എല്ലാ ബ്രാൻഡുകളുടെയും ടി വികൾ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ടി വിയുടെ ഒക്കെ പ്രത്യേകത വെച്ചാൽ എല്ലാ ഇൻഡ്യസിലും ഉണ്ട്. ഏറ്റവും ഒരു വലിപ്പമുള്ള ടി വി എന്നുള്ളതാണ്. ഈ വലിപ്പമുള്ള ടി വി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും അത് ഇപ്പോൾ എന്താ പറയുക, വിഷ്വലിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഒരു നല്ല വിഷ്വൽ കാണുക എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ടി വിയിൽ നല്ല സിനിമ കാണുക, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിപ്പോൾ 100 ഇഞ്ചാണ്. അതെ, 100 ഇഞ്ച്. അപ്പോൾ ഓരോ ബ്രാൻഡുകൾക്കും അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സാധാരണ എല്ലാ ഐറ്റംസും എല്ലാ ലേറ്റസ്റ്റ് വേർഷൻസും കിട്ടാറില്ല. 1, 2, 3 ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ LGയുടെ ബ്രാൻഡാണെങ്കിൽ, അല്ലെ സാംസങ്, അല്ലെ സോണി, ഹയർ, അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെ വേൾഡിലുള്ള ഫാസ്റ്റ് ആയിട്ട് മൂവ് ഇവരായിട്ടൊക്കെ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് നമ്മൾ മൈജിയിൽ കൊടുക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റാണ് 17ൻ്റെ. 17 ഇറങ്ങിയപ്പോഴേക്കും എത്തിയിട്ടുണ്ടല്ലേ?
17 ഇറങ്ങി ഞങ്ങൾ ഏകദേശം ഒരു 2000 പീസിനധികം ഒന്ന് വിറ്റു. അപ്പോൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളെ ഇതെല്ലാം മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സാണ്, എല്ലാ ബ്രാൻഡും. ഈ ലാപ്ടോപ്സിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോഴേ, ലാപ്ടോപ്സ് പല ആവശ്യങ്ങൾക്ക്, ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുണ്ടാവും, ഗെയിമിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു. അപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പെക്ക് നോക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. അപ്പം അതിൽ നിന്ന് മാറി വേൾഡിലെ എല്ലാ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ഫീച്ചേഴ്സ് വരുമ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഒരു എപ്പിക് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇത് നമ്മുടെ ഒരു ഗെയിം സെക്ഷനാണ്. ഇപ്പോൾ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന നേരം അവരിവിടെ വന്ന് ഗെയിം കളിക്കാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്ത് അവർ ഹാപ്പി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലാണ് മൈജിയുടെ. സാധാരണ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള സംവിധാനം ഉണ്ടാവുള്ളൂ സാധാരണ ഇത് ഇവിടെ അതല്ല. ഇവിടെ ശരിക്കും നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഗെയിം കളിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ഗെയിമിങ്ങിനൊക്കെ ഓരോ ഫീച്ചേഴ്സ് ഉള്ള ലാപ്ടോപ്പ് ആവശ്യമുണ്ടല്ലോ. ഉണ്ട്, ഓരോന്നിനും ഒരു സ്പെക്ക് ഉണ്ട്. ആ സ്പെക്കിൽ ഇതാ ഞാൻ പറഞ്ഞ വേൾഡിലെ എല്ലാ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്സിന്റെ കളക്ഷൻസ്, അതിന്റെ ആക്സസറീസിന്റെ കളക്ഷൻസ്. നമ്മളിപ്പോൾ ഈ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ എഴുതുമ്പോഴേ പല ഷോറൂമുകളിലും പറ്റുന്നത് ഇതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലുള്ള പ്രശ്നം. അത് നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത്? മൈജിക്ക് അതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 2006 മൈജി തുടങ്ങിയത് 250 സ്ക്വയർ ഫീറ്റിലാണ്. ആ 250 സ്ക്വയർ ഫീറ്റിൽ അന്നത്തെ കാലത്ത് 50 സ്ക്വയർ ഫീറ്റ് പിന്നെ സർവീസിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവം. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ 140 സ്റ്റോറിലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ആ സർവീസ് സെൻറ്റർ തുടങ്ങുക മാത്രമല്ല, നമ്മൾ അത് സർവീസ് കൊടുക്കുന്നുള്ളൊരു ഉറപ്പാണ് കസ്റ്റമേഴ്സിന്. ഇതാണ് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സർവീസ് സെൻറ്റർ. ഇതാണ് ഞങ്ങൾ എല്ലാ സ്റ്റോറുകളിലും ഈ സർവീസ് സെൻറ്റർ. അത് കസ്റ്റമേഴ്സിനൊരു വിശ്വാസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സാധനമാണ്. കസ്റ്റമേഴ്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ കൂടെ നിന്നുകൊണ്ടാണ് മൈജി വളർന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും കംപ്ലൈന്റ് ആവാൻ പറ്റുന്ന സാധനം. അല്ല, 1 വർഷം വരെ കമ്പനിയുടെ വാറണ്ടിക്ക് ശേഷം അവർക്ക് അവരുടെ കൂടെ, അതായത് കസ്റ്റമേഴ്സിന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഹോം അപ്ലയൻസിലേക്ക് വരുമ്പോൾ എല്ലാ ഐറ്റംസും ഫാനിലാണെങ്കിൽ എല്ലാ കളക്ഷൻസും ശരിക്കും നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ ഒരു മാറ്റം കാണുന്ന ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ മൈജി മൊബൈൽ വേൾഡിൽ നിന്ന് മാറി. അപ്പോൾ നമ്മളെ ഒരുപാട് ഫാനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ഓരോ ബെഡ്റൂമിനനുസരിച്ചിട്ടുള്ള ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വെറൈറ്റി കളേഴ്സ് ഉണ്ടാവുക. കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് ലേഡീസിന്റെ പ്രിഫറൻസ് ഉള്ള ഏരിയ ആണ്. ലേഡീസ് ഒരു സാധനം വാങ്ങാൻ വന്നാൽ അവർക്ക് 100% കൺവിൻസ് ആവാതെ ഒരു സാധനം എടുക്കില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അവരൊരെണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരു വെറൈറ്റി പീസ് കാണുമ്പോൾ ഒരെണ്ണം എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഒഴിക്കുന്നത്. അതിലിപ്പോൾ ഈ എക്സ്പീരിയൻസ് പറയുമ്പോഴേ ഒരു കിച്ചൺ എക്സ്പീരിയൻസ് ഉണ്ടോ? ആളുകൾ അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യത. കിച്ചൺ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഇനി ഒരുപാട് കാണാനുണ്ട് നിങ്ങൾക്ക്. അത് ശരി. അതായത് നമ്മളൊരു കിച്ചൺ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അത് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് മിക്സി വാങ്ങുന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഓവൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പാചകം ചെയ്ത് നോക്കാൻ പറ്റും. പാചകം കാണണമല്ലോ. ഇത് നമ്മുടെ ഒരു വാഷിൻ്റെ ഏരിയ ആണ്. അതായത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ വാഷിൽ വേൾഡിൽ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടോ ആ ബ്രാൻഡുകളെല്ലാം ഇതുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണ്. അതായത് നിങ്ങൾ ക്ലോത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. ഓരോ വാഷിലെ നമ്മൾ സാധാരണ ഏറ്റവും ഉപകാരപ്രദമായ സാധനം വാഷിംഗ് മെഷീൻ. ലേഡീസിന്റെ വർക്ക് 50% കുറയ്ക്കുന്നു. ഇപ്പൊ ഏറ്റവും AI-യുടെ സാധ്യതകൾ ഉപയോഗിച്ച് വന്ന ഒരുപാട് വാഷിംഗ് മെഷീൻ. അതെന്താ മാറ്റം വരിക? അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ്, നമ്മളെ ജീന്, പിന്നെ അച്ഛൻ്റെ ഡ്രസ്സുകൾ, അപ്പോൾ ഓരോന്നും AI സെൻസ് ചെയ്തിട്ട് ക്ലോത്തിൻ്റെ വെച്ച് സെൻസ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കണം. ടെക്നോളജി ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് വേറെ വാഷ് ചെയ്യേണ്ട ആവശ്യം, വേറെ വാഷുണ്ട്. നമുക്ക് ആ സമയമില്ലല്ലോ ഇപ്പോൾ. സമയം ഇതായിട്ടാണല്ലോ പോകുന്നത്. ആ സമയം നമുക്ക് എങ്ങനെ ഇതാക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ബൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? 9 kg അങ്ങനെ വരുന്നുണ്ട്. 21 kg വരെ അല്ലേ. ഈ റെഫ്രിജറേറ്റർ ശരിക്കും പറഞ്ഞാലേ വീട്ടിലൊരു ഉപയോഗം മാത്രമല്ല, അതൊരു അലങ്കാരം കൂടിയാണ്.
അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ എപ്പോഴും ഡിസൈൻ എല്ലാം മാറി ഈ കളറിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ കിച്ചൻ്റെ കളറിനനുസരിച്ചിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടുക്കളയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു റെഫ്രിജറേറ്റർ. അതെ, വൃത്തിയും ഭംഗിയും ഓപ്പൺ ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാം. ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആണ് എല്ലാ സാധനങ്ങളും. ഇന്റീരിയർ ഡിസൈനിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഡിസൈൻസിലും വെറൈറ്റി ഡിസൈൻസ്. അത് ഓരോ പ്രൈസ് ബാൻഡിലും എല്ലാ ബ്രാൻഡുകളുടെയും കളക്ഷൻസ് ഉണ്ട്, കളേഴ്സുകളുണ്ട്. ഓപ്പൺ ദ ഡോർ. ഇപ്പം നമ്മളൊരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് ഓപ്പൺ ആയി വെക്കണമെങ്കിൽ, ഒരു സാധനം വെക്കണമെങ്കിൽ ഓപ്പൺ ആയി കിട്ടും. കുക്ക് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചാൽ മതി. കുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാണ്. നമ്മൾ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് കമാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനം നമുക്ക് ഇതിൽ വെക്കണം, അല്ലെങ്കിൽ വാഷ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കമാൻഡ് മാത്രമല്ല, ഈ റിഫിൽ ഇപ്പം വോയിസ് കമാൻഡ് മാത്രമല്ല, ജസ്റ്റ് നമ്മളൊന്ന് വെച്ചെടുത്താൽ മതി, ഓപ്പണം. നമ്മളിപ്പോൾ കൈ നട്ട് സാധനമായിട്ട് വരുമ്പോൾ കയ്യിൽ നമുക്ക് അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വെജിറ്റബിൾ വാഷ് ചെയ്ത് വരിക, ഫ്രൂട്ട്സ് വെക്കുകയാണെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് വെച്ചെടുക്കാം. ഓക്കെ, അതായത് ടെക്നോളജി കൊണ്ടുവന്ന് സമയം എത്രത്തെ നമുക്ക് ലാഭിക്കാം, സമയം അധ്വാനം കുറയ്ക്കാം. കിച്ചണിൻ്റെ ഒക്കെ ഒരു മായാലോകം തന്നെ ഒരുക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിലേക്ക് വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ രീതിയിലും നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സേഫ്റ്റിയും വളരെ പ്രധാനപ്പെട്ട ഗ്യാസ്. അല്ലാതെ നമ്മൾ മേജർ ബ്രാൻഡുകൾ മാത്രമേ അതിൽ ഒരു കോംപ്രമൈസും മൈജി ചെയ്യാറില്ല. സേഫ്റ്റി അഷ്യൂർ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് നമുക്കൊരു ഒരു കിച്ചൺ തന്നെ ഉണ്ട്, നമുക്ക് ലൈവ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ലോകത്ത് എവിടെ ഉണ്ടാവും ടേസ്റ്റ് മാത്രമല്ല ഈ ഇതിന്റെ സേഫ്റ്റീസ് ഒക്കെ ഉറപ്പാക്കാൻ പറ്റും അല്ലേ. ഇത് കുക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? അത് ഇപ്പോൾ ലൈവായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ എവിടെയും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ലേഡീസ് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നോക്കുന്നൊരു സാധനം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഹോം അപ്ലയൻസ് ആയിക്കോട്ടെ, ക്രോക്കറി ആയിക്കോട്ടെ, കിച്ചൺ അപ്ലയൻസ് ആയിക്കോട്ടെ, അപ്പോൾ കിച്ചണിലേക്ക് വേണ്ട ഓരോ അതെല്ലാം ഒരു അതെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻബിൽഡ് ആയിട്ട് ഇതെല്ലാം റഫാണ്. നമുക്കൊരു വാർഡ്രോബ് സെറ്റ് ചെയ്യുന്ന പോലാണ് റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിതൊരു റെഫ്രിജറേറ്റർ ആണോ അല്ല ഫ്രിഡ്ജാണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവർക്കും വീട്ടിൽ ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലി നമ്മൾ കണ്ടാൽ ഒരു വാർഡ്രോബ് ആയില്ലേ, അപ്പോൾ അതാണ് ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആണ്. അത് കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ വരാൻ പോവാണ്. താങ്ക്സ്. എല്ലാ റിപ്പോർട്ടർ കാണുന്ന എല്ലാ പ്രേക്ഷകരും കോഴിക്കോട് വന്ന് നമ്മുടെ എപ്പിക് സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് കാണണം, ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവിടെ. താങ്ക് യു വെരി മച്ച്.